കുടിശ്ശിക അടയ്ക്കാനായി KSEB കർഷകർക്ക് നോട്ടീസ് അയച്ചത് നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണെന്നും നോട്ടീസ് ലഭിച്ച കർഷകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇതുമൂലം കർഷകർക്ക് യാതൊരു ബാധ്യതയും ഉണ്ടാവില്ല. ഒരു കർഷകന്റെയും വൈദ്യുതി വിച്ഛേദിക്കുകയുമില്ല. 2500 കോടി രൂപയുടെ സോളാർ പ്ലാന്റ് നിർമ്മിച്ച് കർഷകർക്ക് വരുമാന മാർഗമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് KSEB എന്നും മന്ത്രി UTVയോട് പറഞ്ഞു. അല്ല, അതിൽ വൈദ്യുതി വകുപ്പും കൃഷി വകുപ്പും കൂടിയുള്ള തർക്കമൊന്നുമില്ല. ഇതിൽ ഏകദേശം 300 കോടി രൂപ കൃഷി വകുപ്പിൽ നിന്ന് സൗജന്യ വൈദ്യുതി കൊടുക്കുന്നതിൽ കിട്ടാറുണ്ട്. അപ്പോൾ പഴയ ബാക്കി പിരിച്ചില്ലെങ്കിൽ നോട്ടീസ് നടപടിയെടുത്തില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം നിൽക്കുന്നു പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ നോട്ടീസ് കൊടുത്തത്. അത് വൈദ്യുതി കട്ട് ചെയ്യാനൊന്നുമില്ല, ഉദ്ദേശിക്കുന്നില്ല. അത് കൃഷി വകുപ്പ് മന്ത്രിയും ധനകാര്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടേ മേൽ നടപടി ഉണ്ടാവുള്ളൂ. അതല്ലേ, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിയമപ്രകാരം ചെയ്യാതിരിക്കാൻ പഴയ ബാക്കിയൊക്കെ പിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ഡയറക്ഷൻ. ഇല്ലെങ്കിൽ നമുക്ക് സഹായം ചെയ്യുന്നതൊക്കെ നിൽക്കും. അതിൻ്റെ പേരിൽ ചെയ്തു എന്നേ ഉള്ളൂ. അതിപ്പോൾ നടപടി എടുത്തു എന്നുള്ളത് നമ്മൾ കാണിക്കുക. അത് കൃഷി വകുപ്പും ഫൈനാൻസ് വകുപ്പുമായിട്ട് കൂടി ആലോചിച്ച ശേഷം ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ല, 300 കോടിയുണ്ട്. ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കൈകാര്യം ചെയ്യാൻ അത് വലിയ പ്രശ്നമില്ലാണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. സോളാർ വയ്ക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾ കഴിയും. അത് അഡീഷണൽ ഒരു ഇൻകം കൂടി അവർക്ക് കിട്ടും. ആ രീതിയിലൊരു നടപടി ചെയ്യണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. മുഴുവൻ കർഷകർക്കും. അല്ലല്ല, മുഴുവൻ കർഷകർക്കും. അതെ, കുസുമം പറഞ്ഞ പദ്ധതിയുണ്ട്. 60% സബ്സിഡി ഉണ്ട്. 40% ലോണാക്കി കൊടുക്കുക. ലോണ് 2 വർഷം കൊണ്ട് അടച്ചു കൊടുക്കുക. വീഴ്ചയല്ല, അവർക്കും പണം കിട്ടണ്ടേ. ഞാൻ വീഴ്ചയല്ല പറഞ്ഞത്. അതിൻ്റെ ഒരു ചെറിയ വിഷമങ്ങളുണ്ട്, എല്ലാ വിഷമങ്ങളുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കും. ഇല്ലില്ല, ഇപ്പോൾ വിച്ഛേദിക്കൊന്നുമില്ല.